ഹലോ കൂട്ടുകാരെ, നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ചു. റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കെന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം ബ്ലോക്കായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റേതായ തിരക്കുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഇതോ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞു റോഡ് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പകുതി നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ബീച്ചിലോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറേ നാളുകൊണ്ട് ആഗ്രഹം അവർക്ക് ബീച്ചിലൊന്ന് കൊണ്ടുപോകണമെന്ന്. വെക്കേഷൻ ആവട്ടെ നേട്ടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെ കൊണ്ട് ബീച്ചിലോട്ട് പോവുകയാണ്. നല്ലതാണ്, റോഡിലൊക്കെ നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ ഉള്ളവർ അവിടെ ഒതുക്കി വെച്ചിട്ട് നടക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് റോഡിൽ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുണ്ട് സാമാന്യം. ഫൈനലി നമ്മളിതാ ബീച്ചിലെത്തി നല്ല ഒന്നാം തരം തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾസാണ് നടക്കുന്നത്. ഈ ടൈമുണ്ട് എൻ്റെ കുഞ്ഞു മോന്. അവന് കുഞ്ഞു നാളിൽ ബീച്ചിൽ വന്നതാണ്. പിന്നെ അവന് ഇപ്പോൾ ഇത്തിരി അറിയാറായതിനു ശേഷം അവന് ഒന്നും ഓർമ്മയില്ലെന്നാണ് തോന്നുന്നത്. കാരണം അയാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾ എന്തോ എന്തെങ്കിലും വലിയ ഉത്സവ സ്ഥലത്തൊക്കെ പോയതുപോലൊരു ഫീലായിരുന്നു അവന്. നമ്മളിതാ കടലിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ കടൽ ഭയങ്കര പേടിയാണ്. കാരണം നമ്മുടെ ഈ കൊല്ലം ബീച്ചിലെ ഈ കടലുണ്ടല്ലോ, നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന കണക്കല്ല. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കുന്ന കുഞ്ഞു തിരയാണ് വരുന്നത്, നമുക്ക് കാല് നനയ്ക്കാമല്ലോ എന്ന്. പക്ഷെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളെ ആ തിരയുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്നങ്ങ് ശോഭിച്ച തിരയാവും. ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള തിരകളൊക്കെ വരും. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ കടലിലോട്ടൊന്നും പോയില്ല. ഞാൻ കരയിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു. നാല് ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും ചെയ്യുന്നുണ്ട്. ആകാശത്ത് ചന്ദ്രനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ കരയിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു. തിരകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് കാലും നനയ്ക്കുന്നുണ്ട്. തിരകളിൽ നിന്ന് നനയ്ക്കുന്നത് കണ്ടില്ലേ ഗൈസ്. അപ്പോൾ അവിടെ ഒരു തിരകൾ അവിടുന്നും ഇവിടുന്നും രണ്ട് സൈഡിൽ നിന്നും കൂടെ വന്നിട്ട് ഒരു ചുഴി ആയിട്ടാണ് അത് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ കാലിനടിയിലുള്ള മണ്ണും എല്ലാം ആയിട്ടാണ് ഈ തിര തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. ആ ഒരു സംഭവം വരുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. പിന്നെ നമ്മളിതാ കുഞ്ഞുങ്ങളായിട്ട് പിന്നെ കൊച്ചുങ്ങൾ അവരുടെ പ്ലേ ടൈമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ കുസൃതികൾ കണ്ടില്ലേ. പിന്നെതാ കുറച്ച് കടല വാങ്ങിച്ച് കുറച്ചുകൊണ്ടിരുന്നു. പിള്ളേരുടെ കളികളൊക്കെ കണ്ടിട്ട് എൻ്റെ മോൻ എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും മണ്ണൊന്നും അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അവൻ കാണുന്നത്. അപ്പോൾ ഈ മണ്ണിലൊക്കെ കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ മണ്ണിലോട്ടൊന്നും പുറത്തോട്ടൊന്നും വിടാറില്ല. അയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ കടൽപ്പുറത്ത് വന്ന് മണ്ണിൽ കളിക്കാനായിട്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ദൂരെ ഏതോ ഒരു പള്ളിയിൽ നിന്ന് അങ്ങ് ദൂരെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷമാണെന്ന് തോന്നുന്നു. മേലോട്ടിങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് കുശലമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെയും കുറച്ച് സാധനമായിട്ടേ വാങ്ങിച്ച് തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവർക്കും കഴിഞ്ഞിട്ട് തിരിച്ച് ഓട്ടോയിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ പോകാനാണ് സത്യത്തിൽ ഇറങ്ങിയത്. അപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അത് ഏത് സ്ഥലമാണെന്നറിയാമോ? സർപ്രൈസ്.